ഇന്നോളം ഞാൻ പീറ്റർ ബെർണാദിനെ എൻ്റെ പിതാവേ എന്ന് വിളിച്ചു. ഇനി മുതൽ എനിക്ക് സർവ്വസ്വാതന്ത്ര്യത്തോടും കൂടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാം. ഒരു ചെറുപ്പക്കാരന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുര്യോപങ്ങളിലൊന്നാണ് അവന് സംഭവിച്ചത്. കണ്ടവരും കേട്ടവരുമെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു, കണ്ണു തുടച്ചു. മെത്രാന്റെ തോട്ടം സൂക്ഷിപ്പുകാരൻ കൊടുത്ത ചാക്കുവസ്ത്രവും ധരിച്ച് അസീസിയുടെ കവാടങ്ങൾ കടന്നു പോകുമ്പോൾ അവൻ്റെ നെറുകൈ പ്രഭാത സൂര്യൻ കിരണങ്ങൾ വീഴ്ത്തിയിരുന്നു. ആദ്യമായി ഉദയസൂര്യനെ കാണുന്ന കുഞ്ഞിനെ പോലെ അവൻ സ്വരമുയർത്തി പാടാൻ തുടങ്ങി. അസീസ്യവാസികളായ ഞങ്ങളെല്ലാം മ്ലാനബദ്ധരും നിശബ്ദരുമായ ഈ ശോകവേളയിൽ അവൻ കൈകളുയർത്തി ഞങ്ങളുടെ തെരുവുകളിൽ നൃത്തം ചെയ്തുകൊണ്ടാണ് അസീസിയുടെ കവാടങ്ങൾ പിന്നിട്ട് അവൻ താഴ്വാരത്തെ വനത്തിലേക്ക് പോയി മറഞ്ഞത്. അന്ന് അവൻ പാടിയ ആ ഗാനമാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫലിതം. മരിക്കുവോളം ആ ഗാനം അവനിൽ നിലച്ചില്ല. ആ ഗാനത്തിൻ്റെ ഈരടികൾ കൊണ്ട് അവൻ എല്ലാത്തിനെയും പരിഹസിക്കുകയായിരുന്നു. അത് തൻ്റെ പിതാവിനെ ആയിരുന്നില്ല, അദ്ദേഹം നിലകൊണ്ട ലോകത്തെയും അതിൻ്റെ മൂല്യക്രമങ്ങളെയും ഓർത്ത് അവൻ നിഷ്കളങ്കമായി പൊട്ടിച്ചിരിച്ചു. അവൻ്റെ പിതാവും അവൻ്റെ ലോകവും അവനോട് പറഞ്ഞത്: പണമുണ്ടാക്കുക, യുദ്ധം ചെയ്യുക, ശക്തി പ്രകടിപ്പിക്കുക, ജീവിതത്തിൽ സമരം ചെയ്ത് വിജയം വരിക്കുക. മാടമ്പിയാകുന്നത് നിനക്ക് പേരും പ്രശസ്തിയും സൗഭാഗ്യം കൊണ്ടുവരും എന്നൊക്കെയാണ്. എന്നാൽ യേശു അവനോട് ഇങ്ങനെ പറഞ്ഞു: ദരിദ്രൻ അനുഗ്രഹീതൻ, ശാന്തശീലർ അനുഗ്രഹീതൻ, സമാധാനം സ്ഥാപിക്കുന്നവർ അനുഗ്രഹീതൻ. ഫ്രാൻസിസ് തൻ്റെ ലോകത്തെ പരിഹസിച്ചു പറഞ്ഞു: ഞാൻ ദരിദ്രൻ, ഞാൻ യുദ്ധം ചെയ്തില്ല, ഒരു എറുമ്പിനെ പോലും നോവിക്കില്ല, എനിക്ക് ശക്തിയില്ല, ഞാൻ എല്ലാ മനുഷ്യരിലും എളിയവൻ, എല്ലാവരുടെയും ദാസൻ. എന്നിട്ടും നിങ്ങൾ നോക്കൂ,